ഈ പ്രൈവറ്റ് ബസ്സിന്റെ ജീവനക്കാരുടെ ഗുണ്ടായിസം അത് കേരളത്തിൽ അവസാനിക്കും. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡെക്കർ ലാഭം. അപ്പൊ ആളുടെ ചോദിക്കും കോർപ്പറേഷന്റെ ആണോ? അല്ല, തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡെക്കർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തരാമെന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ പണം പേ ചെയ്തിരിക്കുന്നത് KSRTC ആണ്. അതിന്റെ ഉടമസ്ഥൻ KSRTC ആണ്. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് 2 രൂപ മുതൽ 6 രൂപ വരെ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ലാഭത്തിൽ ഓടുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ് എന്ന് ജീവനക്കാർ അഭിമാനിക്കണം. നമ്മളെന്താ തമിഴിനെ കണ്ടുപിടി, കർണാടകത്തിലോട്ട് നോക്ക്, ആന്ധ്രയിലോട്ട് നോക്ക്, അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി KSRTC വാഹനങ്ങളിൽ ഫുഡ് കൊടുക്കാൻ പോയാണ്. ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടതിന്റെ പേരിൽ ഗണേഷ് കുമാറിന് എന്തെല്ലോ പറ്റിയെന്ന് പറഞ്ഞു. ഒരൊറ്റ പ്ലാസ്റ്റിക് കുപ്പി ഇന്ന് ഒരു വൃത്തികേടോ ഒരു മാലിന്യമോ KSRTC വണ്ടി കാണിക്കാൻ പറ്റൂ. എന്നെ പറയുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, അതിലൊന്നും ഒരു നാണവുമില്ല. പക്ഷേ നന്നാകണമെന്ന ആഗ്രഹത്തിൽ ഒരു മാറ്റവുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഇത് കാണുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കാണുമ്പോൾ പലരും വിചാരിച്ചേക്കുന്നത്, എന്നോട് അശോക് ലൈലിന്റെ കമ്പനിക്കാർ ഞാനും പ്രമോദിയോട് ചർച്ചയിലിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചത്, സാർ ഇത് ബോംബെയിലാണോ ചെയ്തത് ഡൽഹിയിലാണോ എന്നാണ് ചോദിച്ചത്. കേരളത്തിലാണ് ചെയ്തത്. പാപ്പനംകോട്ടെ മിടുമിടുക്കന്മാരായ എഞ്ചിനീയർമാരും വർക്കേഴ്സും കൂടിയാണ് ചെയ്തത്. ഇതും മറ്റേ ബസ്സും രണ്ടും KSRTC ജീവനക്കാരുടെ അഭിമാനകരമായ നേട്ടമായി ഞാൻ കാണുന്നു. ഒരു വലിയ ആർമി പോലെ, ഇന്ത്യൻ ആർമി പോലെ ഒരു വലിയ സൈന്യമാണ് KSRTC ജീവനക്കാരെന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല. എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് ഇത് വിജയിച്ചത് എന്ന് മനസ്സിലാക്കി. ഇവരുടെ കയ്യിലിരിപ്പ് എന്താണ്, ഇവർക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. ഇവർക്ക് പറ്റും, KSRTC ജീവനക്കാർക്ക് പറ്റാത്തതിൽ ഭയങ്കര മിടുക്കന്മാരാണ്, വീരപരാക്രമികളാണെന്ന് പറഞ്ഞു. ഗാനമേള പാടിയല്ലോ. അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞൊരു വർഷമാണ് 2025. KSRTC ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം, ഉദ്യോഗസ്ഥന്മാരുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം, ഒരു നിമിഷം പാഴാക്കാതെയുള്ള കർശനമായ പ്രവർത്തനം, അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി 2 ചെറുപ്പക്കാരെ കിട്ടി എന്നുള്ളതാണ് ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഭാഗ്യമായി ഞാൻ കാണുന്നത്. ഒരാൾ ജനാധിപത്യത്തിൽ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അയാളോടൊപ്പം ടീമായി വർക്ക് ചെയ്യാൻ ഒരു കൂട്ടം മിടുക്കരായ ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എവിടെ വനമന്ത്രിയായപ്പോഴും ഒക്കെ എനിക്ക് മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരെ എന്നോടൊപ്പം കിട്ടിയിട്ടുണ്ട്. അവരെ നല്ല നിലയിൽ ജോലി ചെയ്യാനും അവരിലൂടെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞെങ്കിലും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ ഒരു തവണ ട്രാൻസ്പോർട്ട് മന്ത്രിയായപ്പോൾ എനിക്ക് ലഭിച്ച നല്ലൊരു ടീമുണ്ട്. ആ ടീമിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. KSRTC ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CMD ആണ് പ്രമോദ് ശങ്കർ. അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറിയാണ് ശ്രീ PV നൂഹ്. ഇവർ രണ്ടുപേരും അവരുടെ കഴിവുകൾ, അവർ പ്രവർത്തിച്ച മേഖലകൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യം, അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യവും കഴിവുമാണ് KSRTC ഗതാഗത വകുപ്പിനെ ഇത്ര ശക്തമായി മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീ നാഗരാജു, ട്രാൻസ്പോർട്ട് കമ്മീഷണർ. പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ ഒരു ടീമാണ് ഗതാഗത വകുപ്പിനെ നയിക്കുന്നത്. KSRTC ഓരോ ജീവനക്കാരും ഈ ടീമിന്റെ ഭാഗമാണ്. ഗതാഗത വകുപ്പിലെ ഓരോ MVAമാരും AMEമാരും ഇതിന്റെ ഭാഗമാണ്. ചില ആളുകൾ നെഗറ്റീവാണെന്നുള്ളത് ഒഴിച്ചാൽ വലിയ നേട്ടമാണ് ഗതാഗത വകുപ്പ് കൈവരിക്കുന്നത്. എല്ലാ മേഖലയും ഇപ്പോൾ കൊച്ചിയിലെ മത്സര ഓട്ടം, അതിന് അറുതി വരുത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരാണ്. ഇന്ന് കൊച്ചി നഗരത്തിൽ പോയാൽ മരണപ്പാച്ചിലുകൾ ഒഴിവായി. ഇനി നമുക്ക് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ക്ലീനർമാരുടെയും പോലീസ് വെരിഫിക്കേഷൻ കൂടി കർശനമാക്കുന്നതോടുകൂടി ഈ പ്രൈവറ്റ് ബസ്സിന്റെ ജീവനക്കാരുടെ ഗുണ്ടായിസം അത് കേരളത്തിൽ അവസാനിക്കും. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഇത്തരം രംഗത്തെ പ്രവേശനം. അത് തടയണം. ഒരു നാട് എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള നാടാണ്, ഐശ്വര്യമുള്ള നാട്. അപ്പം അച്ചടക്കമുള്ള നാടായി ഐശ്വര്യമായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഒരു ആപത്ത് സംഭവിച്ചതിന് ശേഷം അതിനെപ്പറ്റി കിടന്ന് കരഞ്ഞിട്ടോ പ്രസ്താവന ഇറക്കിയിട്ടോ കാര്യമില്ല. പരിഹാരം കാണുമെന്ന് പറയുന്നില്ല. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ ഏറ്റവും വലിയ എതിർപ്പ് നേരിട്ടത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അടുത്താണ്. എന്താണ് കാര്യം? നല്ല ഒരു ലൈസൻസ് കൊടുക്കണം എന്നൊരു തെറ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ചർച്ച ചെയ്തപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത്, നല്ല ലൈസൻസ് കൊടുത്താൽ മതി, വണ്ടി ഓടിക്കാവുന്നവർ റോഡിൽ ഇറങ്ങിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് പാലിച്ചു. നമ്മൾ നല്ല ലൈസൻസ് വേണം എന്ന് ഡിമാൻഡ് ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ പുറത്തു വരുന്ന ഓരോ ലൈസൻസ് ഉള്ളവരും വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ. മറ്റേത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ പിന്നെ കൈ തെളിയാൻ കാശ് വേറെ കൊടുക്കും.
KSRTC ഒരു ഡ്രൈവിംഗ്. അപ്പോൾ ഇങ്ങനെ സമരമൊക്കെ നടത്തിയപ്പോൾ ഞാൻ ഒരു ദിവസം പ്രമോദ് ശങ്കറിനോട് പറഞ്ഞു, പ്രമോദേ നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോ KSRTC. അപ്പോൾ പ്രമോദ് ചോദിച്ചു ശരി സാർ എന്ന് പറഞ്ഞു. ഒരു 3 ദിവസത്തിന് ശേഷം പ്രമോദ് വരുന്നത് 10 ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള പ്രപ്പോസലായിട്ടാണ്. കാരണം KSRTC എല്ലാ സ്ഥലത്തും സ്ഥലമുണ്ട്. ഈ ഒരെണ്ണം തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ MLA മാരും ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ താല്പര്യത്തോടെ മുന്നോട്ട് വരണം. എൻ്റെ മണ്ഡലത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണം. നിങ്ങൾ മനസ്സിലാക്കണം, ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കണക്ക് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. 2,71,00,000 രൂപ ലാഭമാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ. 21 ഡ്രൈവിംഗ് സ്കൂൾ പൂർണ്ണമായ നിലയിൽ എത്തിയുള്ളൂ. 31 അത് 10 കൂടി ചെയ്യുന്ന 31 വർദ്ധിക്കാൻ പോവുകയാണ്. ഈ 2,71,00,000 രൂപയാണ് കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ ലാഭം. മൂന്നാറിലേക്ക് ഒരു ഡബിൾ ഡെക്കർ ഉണ്ടാക്കി. പണ്ടൊരു സിനിമയിൽ കണ്ട ഒരു ആഗ്രഹം ഞാൻ വരച്ചു കൊടുത്തു ഉണ്ണികൃഷ്ണന്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സാറേ ഗ്ലാസ് ഇത് കണ്ണാടി ലൈറ്റ് എന്നൊക്കെ. ഞാൻ ഒന്നുമില്ല, ഉണ്ണികൃഷ്ണൻ വരച്ചോണ്ട് വാന്ന് പറഞ്ഞു. പക്കായിട്ട് വരച്ചോണ്ട് വന്നു. ഞാൻ പറഞ്ഞു ഇത് തന്നെ സാധനം, പണി തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഗ്ലാസ് ഒന്നും ഈ മേളിൽ ഈ കറവിഡ് ഗ്ലാസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, നമ്മുടെ സ്റ്റോക്കിലുള്ള സാധനമല്ല. അതെല്ലാം ഓർഡർ ചെയ്ത് അപ്പോൾ ബോംബെ നിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ണികൃഷ്ണൻ ബോംബെ പോയിക്കുമെന്ന് പറഞ്ഞു. ബോംബെ പോയി വാങ്ങിച്ചോണ്ട് വന്നു പറഞ്ഞു. അവസാനം ടെൻഡർ വിളിച്ചു, നമുക്ക് സാധനം കിട്ടി, ഇവിടുന്ന് തന്നെ കിട്ടി. സാധനം കൊണ്ട് പിടിപ്പിച്ചു. ആദ്യത്തെ ബസ് ഇറങ്ങി. ആ ദിവസം ചിലരുടെ പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾക്ക് തലയ്ക്ക് അസുഖമാണ്, ഇയാൾ നട്ടം ഉണ്ടാക്കും, ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, ഇത് മറ്റേ പൊല്യൂഷൻ ഇല്ലാത്ത വണ്ടിയല്ലേ. ഇതിന് ചില KSRTCയിലെ ജീവനക്കാരുടെ നേതാക്കന്മാരായിരുന്നു. അതിൽ ഒരു നേതാവിനെ വിളിച്ചു, എൻ്റെ പ്രിയ സുഹൃത്തായ ശിവകുമാറിനെ വിളിച്ചു, പഴയ മന്ത്രി. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഒരു പ്രസ്താവന കൊടുക്കണം. അപ്പോൾ ശിവകുമാർ പറഞ്ഞു അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ, ഞാൻ അഭിപ്രായം പറയില്ല. രാഷ്ട്രീയമൊക്കെ ശരിയാണ്, പക്ഷെ ഇതിൽ അഭിപ്രായം പറയില്ല. പറഞ്ഞവർ ലജ്ജിച്ചില്ലേ? ഈ 9 മാസം കൊണ്ട് 1,17,00,000 രൂപയാണ് ഇത് ഇന്നലെ വരെ കളക്ഷൻ. 1,17,00,000 രൂപ ആർജിച്ചു. ഈ 1 കോടി ആർജിക്കുമ്പോൾ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൽ 70 ലക്ഷം രൂപ KSRTCക്ക് ലാഭമാണ്. അതായത് എല്ലാ ചെലവും പോയിട്ട് ലാഭമാണ്. ഡ്രൈവിംഗ് സ്കൂൾ ലാഭം, ഒരു ഡബിൾ ഡെക്കർ, ഒറ്റ ഡബിൾ ഡെക്കർ ലാഭം, തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡെക്കർ ലാഭം. അപ്പോൾ ആളുടെ ചോദിക്കും കോർപ്പറേഷനെയാണോ? അല്ല, തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡെക്കർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തരാമെന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ പണം പേ ചെയ്തിരിക്കുന്നത് KSRTC ആണ്. അതിന്റെ ഉടമസ്ഥൻ KSRTC ആണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഈ ബാറ്ററി വണ്ടിയുടെ കൂടെയുള്ള വണ്ടിയാണ്, അങ്ങനെ ധരിക്കണ്ട, നമ്മുടേതാണ് സാർ. നമ്മളുടെ കളക്ഷൻ പ്രമോദ് പറഞ്ഞു 8 കോടി 8.5 കോടി രൂപ നിൽക്കുകയാണ് ഇങ്ങനെ ശരാശരി. എന്താണ് കുറയാത്തത്? ശബരിമല വരുന്ന ദിവസം ഇപ്പം മണ്ഡല പൂജയ്ക്ക് അടച്ചിരിക്കുന്നതുകൊണ്ട് 50 ലക്ഷം രൂപ കളക്ഷൻ കുറവുണ്ട്. അല്ലെങ്കിൽ 9 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിച്ച ടാർഗറ്റിനേക്കാൾ മുകളിലേക്ക്, അതായത് 100% ഒരു സംഖ്യ കൊടുത്താൽ അതിൻ്റെ 118% എത്തിക്കാൻ KSRTC ജീവനക്കാർ കഴിയുന്നു. എന്താണ്? കൈ കാണിക്കുന്നിടത്ത് വണ്ടി നിർത്തുന്നു, ആളുകളോട് നന്നായി പെരുമാറുന്നു, വിളിച്ചു കയറ്റുന്നു, വണ്ടിക്കകത്ത് കയറിയ വൃത്തിയുണ്ട്, ബെസ്റ്റ് ആ സമയത്ത് വണ്ടി ഓടുന്നു. ഈ റോഡിൻ്റെ പണി ഒഴിച്ചാൽ, അതിൻ്റെ പേരിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിച്ചാൽ KSRTC ഡ്രൈവർമാർ വണ്ടി കറക്റ്റ് സമയത്ത് തന്നെയാണ് ഓടിച്ചു വരുന്നത്. പല കാരണങ്ങളാണ്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വന്ന വണ്ടി 2 മണിക്കൂർ ലേറ്റായി. എന്നാൽ സേലത്തൊരു വണ്ടി അപകടം നടന്നിട്ട് റോഡ് ബ്ലോക്കായി പോയി. അവർ കിടന്നുപോയി. ഡ്രൈവറെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചേർത്തല ചേർത്തല കഴിഞ്ഞാൽ അരൂര് അവിടെ കിടക്കും, പിന്നെ തൃശ്ശൂർ ചെല്ലുമ്പോൾ അവിടെ കിടക്കും. ഇത് ഡ്രൈവറെ കുഴപ്പമല്ല. ഈ റോഡുകളൊന്ന് ശരിയായി കിട്ടിയാൽ നമ്മുടെ വണ്ടി ഷാർപ്പ് ടൈമിന് അഡ്വാൻസ് ആയിട്ട് എത്തും. അത്ര ഷാർപ്പായിട്ട് എത്തുന്ന നിലയിലേക്ക്. ഇപ്പം ഈ ഹൈവേയിൽ ഓടുന്ന വണ്ടി മുഴുവൻ MC റോഡിലാണ്. അപ്പോൾ MC റോഡിൽ വലിയ കുരുക്കാണ്. അവിടെ കൂടെയൊക്കെ ഓൾവേയുടെ വണ്ടി 16 മീറ്ററിലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇത് വലിയ വണ്ടിയല്ലേ വന്നിരിക്കുന്നതൊക്കെ. ഈ വണ്ടികൾ വന്നു. എന്ത് മാറ്റമാണ്! ക്രിസ്മസിന് KSRTC ബസ്സിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് കേക്ക് കൊടുക്കുക. ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? മിലറ്റ്സിന്റെ ഫുഡ് ഫ്രീ ആയിട്ട് KSRTCയിൽ വരുന്ന യാത്രക്കാർക്ക് കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ കയറുമ്പോൾ അവർക്ക് പെയിന്റ് അടിക്കാനുള്ള കളർ ബുക്കും ബലൂണും കാര്യങ്ങളാണ് കിറ്റ് കൊടുക്കുന്നു. ആ കുഞ്ഞുങ്ങൾ ആഹ്ലാദത്തോടെയാണ് സ്വീകരിക്കുന്നത് നമ്മുടെ കണ്ടക്ടർമാർ കൊടുക്കുമ്പോൾ. ഇനിയും എനിക്ക് KSRTCയിൽ യാത്ര ചെയ്യണം. ഒരു കാര്യം ആലോചിച്ചാൽ മതി. കഴിഞ്ഞ വർഷത്തേക്കാൾ സെപ്റ്റംബർ മാസക്കനുസരിച്ച് കണക്കനുസരിച്ച് 13 ലക്ഷം യാത്രക്കാർ 2024 25 കൂടുതലാണ്. ജനസംഖ്യ കൂടുതലുണ്ടല്ല. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കോവിഡ് കാലത്ത് എല്ലാവരും സ്വന്തമായി വണ്ടി വാങ്ങിച്ചു. ആ സ്വന്തം വണ്ടിയിൽ പോകുന്നവരെ ഈ പൊതുഗതാഗതത്തിലേക്ക് നമ്മൾ ആകർഷിക്കും എന്ന നമ്മുടെ തീരുമാനം, നമ്മുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ജനങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഈ 16 ലക്ഷം 13 ലക്ഷം ആളുകൾ ഒരു മാസം യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടി. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ശബരിമല വരുമ്പോൾ എല്ലാ ബസ് ഡിപ്പോയിൽ നിന്ന് 2, 3, 4 വണ്ടി പിടിച്ചോണ്ടു പോകും. പത്തനാപുരത്ത് ഒരു 4 വണ്ടി, കൊട്ടാരക്കരയിൽ നിന്ന് 6 വണ്ടി, തിരുവനന്തപുരത്തും തമ്പാനൂരിൽ ഇതെല്ലാം പിടിച്ച് ശബരിമലയ്ക്ക് കൊണ്ടുപോകും. പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയില്ല. ശബരിമലയ്ക്ക് വേറെ വണ്ടി പൊതുകോടി. അപ്പം അതുകൊണ്ടാണെന്താണ് ശബരിമല മണ്ഡലകാലം വന്നാലും നമുക്ക് 8.5 കോടി, ശബരിമല ഉള്ള സമയത്തും തുറന്നിരിക്കുമ്പോഴും
നമുക്ക് 8-8.5 കോടി ശരാശരി. എന്താ കാര്യം? നമ്മൾ ഈ വണ്ടികൾ വലിച്ചുകൊണ്ട് പോയില്ല. നമ്മൾ അവിടേക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്തു, ഇവിടേക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കണക്ഷൻ വീണില്ല. അപ്പോൾ ശബരിമല കൂടി വരുമ്പോൾ നമുക്ക് വലിയ പ്ലസ് കിട്ടാനുള്ള കാരണം അതാണ്. പിന്നെ സർക്കാർ ഫൈനാൻസ് ബോർഡിൽ ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചേക്കുന്നത് ഇത് വലിയ ലാഭത്തിലായി, അതുകൊണ്ട് ഇവർക്ക് ഇനി ഒന്നും കൊടുക്കണ്ട എന്നുള്ള. അത് പറ്റില്ല. കാരണം ഇതിനെ 2700 കോടിയുടെ കടമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഇന്ന് നിങ്ങൾ അഭിമാനത്തോടെ KSRTC ജീവനക്കാർ ഓർക്കൊടൂ, ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് 2 രൂപ മുതൽ 6 രൂപ വരെ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ലാഭത്തിൽ ഓടുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ് എന്ന് ജീവനക്കാർ അഭിമാനിക്കണം. നമ്മളെന്താ തമിഴിനെ കണ്ടുപിടി, കർണാടകത്തിലോട്ട് നോക്ക്, ആന്ധ്രയിലോട്ട് നോക്ക്, അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് എല്ലാവരെക്കാളും മുന്നിലാണ്. ഇന്ത്യയിൽ ഡെയിലി റണ്ണിങ് പ്രോഫിറ്റിൽ ഓടുന്ന, മറ്റ് കടങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല, കാരണം അത് വലിയ കടങ്ങളാണ്. പക്ഷേ നഷ്ടമില്ലാതെ 1 രൂപ അല്ലെങ്കിൽ 2 രൂപയെങ്കിലും ഒരു കിലോമീറ്റർ ഓടുമ്പോൾ 2 മുതൽ 6 വരെ കിട്ടുന്നുണ്ട്. എങ്കിലും ശരാശരി 2 രൂപ കണത്തിന് 1 രൂപ അല്ലെങ്കിൽ 2 രൂപയെങ്കിലും ഒരു കിലോമീറ്റർ പുറത്ത് ലാഭത്തിൽ ഓടുന്ന ഇന്ത്യയിലെ ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC എന്ന അഭിമാനം മലയാളിക്ക് വേണം. ഇത് ജീവനക്കാർ മാത്രമല്ല, സ്നേഹത്തോടെ ഈ വാഹനത്തിൽ യാത്ര ചെയ്യാൻ വരുന്ന യാത്രക്കാരൻ, കേരളത്തിലെ ഈ ആനവണ്ടിയെ സ്നേഹിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, അവരുടെ മനസ്സിലെ സ്വപ്നങ്ങളാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും ബസ്സല്ലേ. നമ്മുടെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കണം, 2 വർഷം ഞാൻ മന്ത്രിയായി ചുമതല എടുത്തിട്ട് 2 വർഷവും 2 ദിവസവുമാണ്. ഇന്ന് പ്രമോദ് ശങ്കർ അതിന് ശേഷം വന്ന ആളാണ്. നമ്മളെ ഒരു കോർഡിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സിന് 2500 രൂപയായിരുന്നു ഒരു ദിവസം കളക്ഷൻ. ഇന്ന് അത് 8500 മുതൽ 9000 രൂപ വരെ എത്തിച്ചത് ആരുടെയും മിടുക്കല്ല, KSRTCക്കാരുടെ മിടുക്കാണ്. നിങ്ങൾ മനസ്സിലായി? ഒരു കണക്ക് പറഞ്ഞതാണ്, ചെറിയ കണക്ക് പറഞ്ഞതാണ്. ഇത് മാത്രമല്ല, തമ്പാനൂർ ബസ് ഡിപ്പോ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന 30 ലക്ഷം രൂപയാണ് ശരാശരി കിട്ടിക്കൊണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി 40 ലക്ഷം രൂപ വേണമെന്ന ടാർഗറ്റ് വെച്ചു. പക്ഷെ 42 ലക്ഷം രൂപ വരെ കളക്ട് ചെയ്യുന്നു. അതായത് കൊടുത്ത ടാർഗറ്റിനേക്കാൾ കൂടുതൽ ഡിപ്പോയിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. CMD തന്നെ പറഞ്ഞു, കേരളത്തിലെ എല്ലാ ഡിപ്പോകളും പണ്ട് പല കമ്മീഷനെയും വെച്ചു. ആ കമ്മീഷൻ എന്താ പറഞ്ഞ, ഡിപ്പോകളെല്ലാം പ്രത്യേക യൂണിറ്റുകളായി കാണണം, KSRTC 3ആയി വിഭജിക്കണം, അതിൻ്റെ ഡിപ്പോകൾ ലാഭത്തിലാണെന്ന് തെളിയിക്കണം. ഒന്നും വേണ്ട, ഒന്നും വിഭജിച്ചില്ല. അതേ KSRTC, അതേ ജീവനക്കാർ, അതേ ഉദ്യോഗസ്ഥർ. ആകെ മാറിയത് CMDയും മന്ത്രിയും സെക്രട്ടറിയും മാത്രമേ മാറിയുള്ളൂ. വേറെ ആരും മാറിയില്ല. ബാക്കി എല്ലാവരും പഴയ ആൾക്കാർ തന്നെ. യാത്രക്കാരും കണ്ടക്ടർമാരും ഡ്രൈവർമാരും എല്ലാം പഴയ ആൾക്കാർ തന്നെ. യാത്രക്കാരെ എണ്ണം വർദ്ധിച്ചു എന്നത് അഭിമാനകരമാണ്. അവർക്കൊരിക്കൽ സൗകര്യങ്ങൾ ചെറുതാണോ? എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് റൂമുകൾ, ജീവനക്കാർക്ക് വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ, പുതിയ ബസ് സ്റ്റേഷനുകൾ. എത്ര ബസ് സ്റ്റേഷനാണ് വരുന്നത്? കൊട്ടാരക്കര, കൊല്ലം, കായംകുളം, തൃശ്ശൂർ, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി. എത്ര പുതിയ ബസ് സ്റ്റേഷനാണ് പണിയാൻ പോകുന്നു? ഈ മാസം, അടുത്ത മാസമായി നിർമ്മാണം ആരംഭിക്കുന്നതാണ്. ചങ്ങനാശ്ശേരി വർക്ക് ഏതാണ്ട് പൂർത്തിയായി. 2-3 മാസം കൊണ്ട് വർക്ക് തീരും ചങ്ങനാശ്ശേരി ബസ് സ്റ്റേഷൻ്റെ. അങ്ങനെ തുടങ്ങി വെച്ചതെല്ലാം നമ്മൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനും വിജയിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ഈ ബസ്സിനെ ന്യൂ ഇയറുമായി നമ്മൾ മൂന്നാറിലേക്ക് ഒരു കേരള ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായ ഒരു സമ്മാനമായി, ഈ പുതുവത്സര സമ്മാനമായി ഈ ബസ് മൂന്നാറിലേക്ക് പോകും. നാളെയോ മറ്റന്നാളോ KSRTCയുടെ CMD മൂന്നാറിലെത്തി ഈ വണ്ടി അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് സമാന്തര ഓപ്പോസിറ്റ് ആയിട്ട് ഓടും. 2 ടൈമിൽ ഓടും. കാരണം റിസർവേഷൻ ഫുള്ളാകുമ്പോൾ പല ദിവസങ്ങളും നമുക്ക് പുതിയ വണ്ടി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ വണ്ടി അതേ റൂട്ടിൽ തന്നെ 3 പ്രാവശ്യം ഓടും. ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്നിട്ടുള്ള പുരോഗതി ഒരു ഇതുണ്ടായിരുന്നു, ഒരു ചാർട്ട് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് CMDയുടെ കയ്യിലുണ്ടായിരുന്നത് വെളി വെച്ച് കഴിഞ്ഞ വർഷം 24 കോടിയായിരുന്നു ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ വരുമാനം. അത് 42 കോടി രൂപയായി വർദ്ധിച്ചു. ഇതതിൻ്റെ ഗ്രാഫാണ്, നിങ്ങൾ കാണാം. ഇത് കഴിഞ്ഞ വർഷം. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം. ഈ വർഷം അത് നേരെ ഇവിടെ പോയിരിക്കുകയാണ്. 2025 KSRTCയുടെ സുവർണകാലം എന്ന് ഞാൻ പറയുന്നത് 2025 എത്തിച്ചു. നമ്മളെ ബഡ്ജറ്റ് ടൂറിസം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും എടുക്കല്ലേ, ജീവനക്കാരും എടുക്കല്ലേ. എന്ത് ചെയ്തു? പിൽഗ്രിം ടൂറിസം തുടങ്ങി. ഇപ്പം നമ്മൾ ആറന്മുള വള്ളസദ്യ വന്നു. ഏതാണ്ട് 1000-ലധികം സർവീസുകളാണ്, 868 സർവീസാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആറന്മുള വള്ളസദ്യക്ക് വന്നത്. അതുപോലെ പിറവത്തെ നാലമ്പല ദർശനം 365 വണ്ടികൾ ഓടിക്കാൻ കുറഞ്ഞ ദിവസം കൊണ്ട് കഴിഞ്ഞു. അതൊക്കെ വലിയ നേട്ടങ്ങളാണ്. ഇപ്പം പല പിൽഗ്രിം ടൂറിസം പ്രഖ്യാപിച്ചതിന് ശേഷം പല ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് നമ്മളെ സമീപിക്കണം. ഞങ്ങളുടെ ദേവാലയം കേന്ദ്രീകരിച്ച് ഒരു സർക്യൂട്ട് പിൽഗ്രിം ടൂറിസത്തിൽ വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തുനിന്ന് വരികയാണ്.
തമിഴ്നാട്ടിലെ ദേവാലയങ്ങൾ, പള്ളികൾ, ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം പോവുകയാണ്. ഇനി നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം തമിഴ്നാട്ടിലേക്ക് കയറി കൊടൈക്കനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അവർ പോയി എല്ലാം കണ്ടു, ഹോട്ടൽ താമസവും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. ഇനി KSRTC വാഹനങ്ങളിൽ ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. പല കമ്പനികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ഓൺലൈനായി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരിക്കുന്ന സീറ്റിൽ സാധനം സെർവ് ചെയ്യും. ഒരു സ്റ്റാർട്ടപ്പുകാർക്ക് നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റ് അതായത് അടുത്തടുത്ത സ്റ്റേഷനുകളിൽ അവർ തന്നെ ക്ലിയർ ചെയ്യും. നമ്മുടെ വേസ്റ്റ് കൂടയ്ക്കകത്ത് എല്ലാ സംവിധാനം നമ്മൾ ഒരുക്കി. ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടതിൻ്റെ പേരിൽ ഗണേഷ് കുമാറിന് എന്തിനോ പറ്റിയെന്ന് പറഞ്ഞു. ഒരൊറ്റ പ്ലാസ്റ്റിക് കുപ്പി ഇന്ന് ഒരു വൃത്തികേടോ ഒരു മാലിന്യമോ KSRTC വണ്ടി കാണിക്കാൻ പറ്റും. എന്നെ പറയുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, അതിലൊന്നും ഒരു നാണവുമില്ല. പക്ഷേ നന്നാകണമെന്ന ആഗ്രഹത്തിൽ ഒരു മാറ്റവുമില്ല. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കാണാനില്ല, ഒരു മാലിന്യവും കാണാനില്ല. ഡ്രൈവർക്ക് വെള്ളം കുടിക്കണോ, സൈഡിൽ എല്ലായിടത്തും ഹോൾഡർ വെച്ച് കൊടുക്കാനാണ് എഞ്ചിനീയർമാരത് പറഞ്ഞിട്ടുണ്ട്. അതിൽ വെള്ളം വയ്ക്കാം, അത് കുടിക്കാം, നല്ല വെള്ളം കുടിക്കാം. ഇനി മാത്രമല്ല KSRTC ബ്രാൻഡഡ് വാട്ടർ വരാൻ പോവുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് KSRTCയുടെ ലേബലിലുള്ള വെള്ളം വെളിയിൽ കിട്ടുന്നതിനേക്കാൾ 1 രൂപ കുറച്ച് KSRTC വണ്ടിയിൽ കൊടുക്കും. അതിൽ 2 രൂപ ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ 2 രൂപ കണ്ടക്ടർക്കും 1 രൂപ ഡ്രൈവർക്കും കൊടുക്കും. ഡ്രൈവർ കൂടെ കൊടുക്കണമല്ലോ, ഡ്രൈവർ കാഴ്ചക്കാരനായിട്ടിരുന്നാൽ പോരല്ലോ. ഈ KSRTCയിൽ ഡ്രൈവറോട് അനീതിയുണ്ട്. എൻ്റെ അച്ഛൻ പഴയ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റാണ്. ഈ ഡ്രൈവർക്ക് പ്രൊമോഷനൊക്കെ വളരെ കുറവാണ്, കണ്ടക്ടർക്ക് കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഈ ഡ്രൈവറെയും കൂടി നമ്മൾ പരിഗണിക്കണം എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് ഡ്രൈവർക്ക് പരമാവധി വെഹിക്കിൾ സൂപ്പർവൈസറെ ആവാൻ പറ്റൂ, പക്ഷേ ഡ്രൈവറെ പരിഗണിക്കാതിരിക്കും ശരിയല്ല. അതുകൊണ്ട് 3 രൂപ ജീവനക്കാർക്കാണ്. ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ, വണ്ടിക്കകത്ത് വിൽക്കുമ്പോൾ അതിൽ നിന്ന് 1 രൂപ ഡ്രൈവർക്കും 2 രൂപ കണ്ടക്ടർക്കും കൊടുക്കും. യാത്രക്കാർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ MRPയേക്കാൾ 1 രൂപ കുറച്ച് വെള്ളം കൊടുക്കും. അപ്പോൾ കുടിക്കാൻ വേനൽക്കാലം വരെയാണ്, ഉടൻ ആരംഭിക്കുകയാണ്. KSRTCയുടെ ലേബലിലാണ് സാധനം വരുന്നത്. KSRTC വേറെ കമ്പനിക്കാരുണ്ടാക്കുന്നത്, പക്ഷേ KSRTCക്ക് ലേബൽ ചെയ്ത് തരും. KSRTCയുടെ ലേബൽ. കാരണം വെള്ളത്തിന് എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ നമ്മളെ പിടിക്കരുതല്ലോ, അവരെ പിടിച്ചോളുമല്ലോ. ലൈസൻസ് അവരുടേതാണല്ലോ, നമ്മുടെ പേര് പടം മാത്രമല്ലേ ഉള്ളൂ KSRTCയുടെ. അപ്പോൾ അതൊക്കെ നോക്കി വേണം ചെയ്യാൻ. കാരണം KSRTC കൊണ്ടൊന്ന് കിണിയിച്ച് അടിക്കരുതല്ലോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഡബിൾ ഡെക്കർ ടൂറിസത്തിന് ഒരു വലിയ അട്രാക്ഷൻ. ഇന്ന് മൂന്നാറെന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിൽ ആദ്യം വരുന്നത് ഈ ഡബിൾ ഡെക്കറാണ്. ഇതിൻ്റെ നിറം, പുതിയ നിറം സെലക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. നല്ല മനോഹരമായ കിളി ഇരിക്കട്ടെ, ലോകത്തെല്ലാവരും ആകർഷണം നോക്കുന്ന ഒരു നല്ല മനോഹരമായ പക്ഷിയെ സ്റ്റിക്കർ ഒട്ടിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇത് കാണുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതല്ല, ഇത് കാണുമ്പോൾ പലരും വിചാരിച്ചേക്കുന്നത്, എന്നോട് അശോക് ലൈലിൻ്റെ കമ്പനിക്കാർ ഞാനും പ്രമോദുമായിട്ട് ചർച്ചയിലിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചത്, സാർ ഇത് ബോംബെയിലാണോ ചെയ്തത് ഡൽഹിയിലാണോ എന്നാണ് ചോദിച്ചത്. കേരളത്തിലാണ് ചെയ്തത്. പാപ്പനംകോട്ടെ മിടുമിടുക്കന്മാരായ എഞ്ചിനീയർമാരും വർക്കേഴ്സും കൂടിയാണ് ചെയ്തത്. ഇതും മറ്റേ ബസ്സും രണ്ടും KSRTC ജീവനക്കാരുടെ അഭിമാനകരമായ നേട്ടമായി ഞാൻ കാണുന്നു. അതിൽ ഉണ്ണികൃഷ്ണനാണ് നേതൃത്വം കൊടുത്തത്. ചാർജ്മാൻമാരായി അജികുമാർ ഉണ്ടായിരുന്നു, അജയ് നാഥുണ്ട്, ഉദയകുമാറുണ്ട്. അതുപോലെ ഡിസൈൻ ചെയ്തത്, ഈ പെയിൻ്റ് അടിച്ചതും കളറും എല്ലാം സ്റ്റിക്കറെല്ലാം ചെയ്തത് മഹേഷ് കുമാറാണ്. പുള്ളി പെയിൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം. ഇലക്ട്രിക്കൽ ചെയ്തത് നിഷാദും പ്രദീപുമാണ്. പിന്നെ അവരോടൊപ്പം പ്രവർത്തിച്ച ഒരു ദീർഘമായ ലിസ്റ്റ് ഉണ്ട്, അത് മുഴുവൻ വായിക്കുന്നില്ല ഞാൻ, എന്നുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അവരെല്ലാവരെയും ഓരോരുത്തരെയും വ്യക്തിപരമായി KSRTCക്ക് വേണ്ടിയും എൻ്റെ സ്വന്തം നിലയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കഴിവിനെ ഞാൻ മാനിക്കുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ മാധ്യമങ്ങൾ കാണണം, ജനങ്ങൾ കാണണം. ഈ ഇരിക്കുന്ന മിഷ്യനാണ്. ഈ ഇരിക്കുന്ന മിഷ്യൻ എന്ന് പറയുന്നത് KSRTC ജീവനക്കാർ തന്നെ നമ്മളെ ഇൻവെൻഷൻ നടത്താൻ വേണ്ടി ഒരു ലാബ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത് നമ്മൾ കണ്ടു കാണും. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ KSRTC ഒരു ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധനം നമ്മൾ പേറ്റന്റ് ചെയ്യുന്നതാണ് KSRTCക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇത് ക്ലീനിങ് മെഷീനാണ്. പൊല്യൂഷൻ, ഡീസൽ, അതായത് ഡീസൽ, പുതിയ ഡീസൽ വണ്ടികളിൽ ഈ പുറത്തേക്ക് പോകുന്ന സൈലൻസറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നിടത്ത് ഡീസൽ ഫിൽട്ടർ ചെയ്യുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്. അവിടെയാണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഡീസലിൻ്റെ വേസ്റ്റ് വന്ന് അടിയുന്നൊരു സ്ഥലമാണ്. സാധാരണ കാറുകൾ ഇപ്പം മഹേന്ദ്രയുടെ വണ്ടിയിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, പുതിയ വണ്ടികളിലൊക്കെ, ടാറ്റയുടെ വണ്ടിയിലൊക്കെ ഉണ്ട്. ഇത് ചോക്ക് ചെയ്യാൻ തുടങ്ങും. കുറച്ച് വളരെ സ്പീഡിൽ പോകുന്ന വണ്ടിക്ക് ഇത് പുറത്തേക്ക് അടിച്ചു പോകും. സിറ്റിയിലൊക്കെ ഓടുന്ന വണ്ടികളിൽ ഇത് ഈ ഫിൽറ്ററിൽ വന്ന് തടഞ്ഞിത് ചോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ കാണിക്കും. ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി നിൽക്കും. നല്ല രീതിയിൽ വണ്ടി റേസ് ചെയ്തിട്ട് അടുത്ത ആളെ നിൽക്കാൻ പാടില്ല. ഈ സാധനം തള്ളി പുറത്തേക്ക് കളയുന്ന ഒരു ടെക്നോളജിയാണ്. ബസ്സിൽ അതില്ല, കാറുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ മഹേന്ദ്രയുടെ വണ്ടിയിലുണ്ട്, ടാറ്റയുടെ വണ്ടിയിലുണ്ട്. എല്ലാ വണ്ടി ഡീസൽ എഞ്ചിൻ വരുമ്പോൾ, ടെർബോ എഞ്ചിൻ വരുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ നമ്മൾ ഇതിനെ ഊരിയെടുക്കും. കാറിനൊക്കെ ആകുമ്പോൾ ഒരു 60,000 കിലോമീറ്റർ ഓടുമ്പോൾ ഇത് വരും. ഇത് സിഗ്നൽ കാണിക്കും, ഡാഷിൽ കാണിക്കും, ക്ലസ്റ്ററിൽ കാണിക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി നിന്നിട്ട് ഇത് പ്രഷറൈസ് ചെയ്ത് പുറത്തേക്ക് താട്ടും.
പൊല്യൂഷൻ അത് ആ ഫിൽറ്റർ ക്ലിയർ ആവും. ഇത് നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മളിത് ഇളക്കി എടുത്തിട്ട് ഫിൽറ്റർ ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ സാധനം ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ കമ്പനികൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് 10,000 രൂപയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ 10,000 രൂപയാണ് ടെൻഡറിൽ വന്നേക്കുന്ന ഡിമാൻഡ്. ഈ മിഷൻ നമ്മുടെ ജീവനക്കാർ ആരൊക്കെ ഉണ്ടാക്കിയില്ലേ? ഒരാൾ ഒറ്റയ്ക്കാണോ ഒരുമിച്ചാണോ? അവർ 3 പേര് ചേർന്ന് ഉണ്ടാക്കിയെടുത്ത മിഷനാണ്. ഈ മിഷന്റെ നിർമ്മാണ ചെലവ് 12,000 രൂപയാണ്. ആലോചിക്കണം, ഒരു ദിവസം എത്ര എണ്ണം ചെയ്യാൻ അതിനകത്ത്? ഒരു ദിവസം പരമാവധി 2 എണ്ണം ചെയ്യാം. 10,000 രൂപ കൊടുത്ത് നമ്മൾ പുറത്ത് ചെയ്തിരുന്ന ജോലി ഈ മിഷൻ ഒരു ദിവസം 2 എണ്ണം വെച്ച് ക്ലീൻ ചെയ്താൽ ഈ മെഷീന്റെ നിർമ്മാണ ചെലവ് വെറും 12,000 രൂപയാണ്. ഇത് കുറെ അധികം നമ്പർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും കൊടുത്തിട്ട് ഒരു വണ്ടി 5 ലക്ഷം കിലോമീറ്റർ പോകുമ്പോൾ ഈ പുതിയ സ്വിഫ്റ്റിനെല്ലാം ഉണ്ടാകും. എല്ലാ വണ്ടിക്കും അങ്ങനെയാണ്. അതിന് ഈ ഫിൽറ്റർ വരുള്ളൂ. ഈ വണ്ടിക്ക് വരില്ല, പഴയ എഞ്ചിന് വരില്ല, പുതിയ എഞ്ചിനിലേ വരുള്ളൂ. അല്ലേ, പുതിയ എഞ്ചിനേ വരുള്ളൂ, പഴയ എഞ്ചിന് വരില്ല. പുതിയ ഈ BS6 എഞ്ചിനൊക്കെ വരുമ്പോഴാണ് അതിനകത്താണ് ഇത് വരുന്നത്. അല്ലേ, അത് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള മെഷീന് നമുക്ക് ചിലവായ 12,000 രൂപ, ഒരെണ്ണം ക്ലീൻ ചെയ്യാൻ ചിലവാകുന്ന 10,000 രൂപ. അതുപോലെ നമ്മുടെ സെൻട്രൽ വർക്സിൽ ടാറ്റയുടെ 13 എഞ്ചിനാണ് നമ്മൾ റീകണ്ടീഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 43 എഞ്ചിനിലധികം റീകണ്ടീഷൻ ചെയ്യുക. ലൈലൻഡിൻ്റെ എല്ലാം എയർ കണ്ടീഷൻ ചെയ്തു. നിങ്ങൾ കാണണം, ഇതെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത് സൗകര്യപ്രദമാക്കി കൊടുത്തു. കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, അവർക്ക് പണം കൊടുത്തു, അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം കൊടുത്തു. 3 ഉപകരണങ്ങൾ. ഒന്ന് ഒരു ഇൻസുലേറ്ററാണ്, പുകയില്ലാത്തൊരു ഇൻസുലേറ്ററാണ്. പക്ഷെ അത് കത്തുന്ന കത്ത് കണ്ടാൽ ഞാനിതൊരെണ്ണം വിലയ്ക്ക് വാങ്ങിച്ചു. KSRTC പണം കൊടുത്ത് വാങ്ങിച്ചു. ഇവർ കണ്ടുപിടിച്ച സാധനം എന്താണെന്നറിയാം? എനിക്ക് 2 ആനയുണ്ട്. ഈ ആനയുടെ മാലിന്യങ്ങൾ നനഞ്ഞ വേസ്റ്റ് ഉണ്ട്, ഓലയുണ്ട്, ഇങ്ങനെയുള്ള സാധനമാണ്. ഇതെല്ലാം വാരി കൂട്ടി ഏതാണ്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇത്രയും പൊക്കത്തിൽ ഈ ആന നിൽക്കുന്നിടത്ത് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ സാധനം ഞാൻ മാറ്റിക്കൊണ്ട് വെച്ചു. ഇത് മൊത്തം കത്തിച്ചളഞ്ഞു. ഒരു ശകലം പോലും പുകയില്ല, ചൂട് വരും. പക്ഷേ ഈ സാധനം പ്രത്യേക ഈ ഇൻസുലേറ്റർ മാത്രമല്ല, അതിനോട് ഒരു മോട്ടറും കൂടെ ഉണ്ട്. ഈ മോട്ടർ അടിച്ചിട്ട് ഇവിടെ പണിത് വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാം, എനിക്കൊരെണ്ണം എത്ര രൂപ ആകുമെന്ന് ചോദിച്ചു. പൈസ ഞാൻ കൊടുത്തു, എനിക്ക് അവർ ഉണ്ടാക്കി തന്നു, അവിടെ കൊണ്ട് പിടിപ്പിച്ചു. എൻ്റെ ആ സ്ഥലത്ത് പോയി നോക്കിയാൽ ആന നിൽക്കുന്നിടത്ത് യാതൊരു മാലിന്യവും ഇല്ല. കാരണം കംപ്ലീറ്റ് സാധനം ഇതിൽ പോവുകയാണ്. ഒരു ശകലം പോലും കത്തി തുടങ്ങുമ്പോൾ ഒരു പുക വരും. അങ്ങോട്ട് കത്തി തുടങ്ങിയാൽ പിന്നെ വാരി ഇട്ട് കൊടുത്താൽ നനഞ്ഞ സാധനം വരെ കത്തി ഇന്ന് ചാമ്പലായി പോകും. ഒരുപിടി ചാമ്പൽ, ഈ കുന്നുപോലെ അടക്കുന്ന സാധനം ഒരുപിടി ചാമ്പൽ പോലും ഇല്ല. അത്ര ഗംഭീരമായ ഒരു മെഷീൻ അവർ കണ്ടുപിടിച്ചു. അത് അതിന് ഗുണമെന്ന് വെച്ചാൽ പുറത്തേക്ക് പുകയില്ല. ഇപ്പോൾ പറയും പുക പുറത്തേക്ക് വിടും, കാർബൺ പിടിക്കുന്നൊക്കെ പറയും. ഇതൊന്നുമില്ല. കത്തിക്കഴിഞ്ഞാൽ ചൂട് മാത്രമേ ഉള്ളൂ, പുകയില്ല പുറത്തേക്ക്. അതിഗംഭീരമായ സാധനം. അത് കഴിഞ്ഞ് ഹൈഡ്രോളിക് ഒരു ജാക്ക് കണ്ടുപിടിച്ചു. അതിനകത്ത് എന്താണ്? ഗിയർ ബോക്സ് അടിക്കാൻ. മനുഷ്യനെ അടിച്ചടിച്ച് പൊട്ടിച്ചാണ് അടിക്കുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിപ്പോരും. അതവർ കണ്ടുപിടിച്ചു. ഇത് 3ാമത്തേതാണ്. പിന്നെ ഒരു സ്കൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്കൂട്ടറിൻ്റെ സൈഡ് കാറ്. അത് 4 എണ്ണം. പിന്നെ എല്ലാം പേറ്റൻറ്റ് KSRTC എടുക്കാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് വലിയ ഉപകാരമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 10 എണ്ണം 20 ഫിൽറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം? 2 ലക്ഷം രൂപ കൊടുക്കണം. 20 എണ്ണം 10 ദിവസം കൊണ്ട് 12,000 രൂപ ഈ സാധനത്തിനകത്ത് പണി തീരും. ഇത്രയും സമർത്ഥരായ ആളുകൾ KSRTC ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു തമാശയുണ്ട്. 2 കൂട്ടരെ ഞാൻ കണ്ടുള്ളൂ എന്തും ചെയ്യുന്നവരെ. ഒരു സൈന്യം പോലെ. ഞാൻ സിനിമയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ സിനിമയിലെ ഒരു യൂണിറ്റിൽ നിൽക്കുകയാണ്. അതിന് മേളിൽ ഒരു ലൈറ്റ് വെച്ച് കെട്ടണം എന്ന് ക്യാമറമാൻ പറഞ്ഞാൽ എവിടെ നിന്നാണ് നോക്കേണ്ടതില്ല, ഏതെങ്കിലും ഒരാൾ വലിഞ്ഞ് അതിൻ്റെ മേളിൽ കയറി അവിടെ കെട്ടി വയ്ക്കും. ഇപ്പം നാളെ സെക്രട്ടേറിയറ്റ് ഷൂട്ടിങ്ങിന് വേണം, കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കും. അതിൻ്റെ ഫ്രണ്ടൊക്കെ സെക്രട്ടേറിയറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. നോ എന്ന് പറയുന്ന ഞാൻ സിനിമയിൽ കേട്ടിട്ടില്ല. പണ്ട് ഞാൻ പറയാറുണ്ട്, സിനിമയിൽ അവിടെ ലൈറ്റ് കയറി സ്ഥലം അവിടെ വയ്ക്കാൻ സ്ഥലമില്ല, എങ്ങനെയാണെന്ന് ചോദിക്കരുത്, എവിടെ കൂടെയെങ്കിലും വലിഞ്ഞ് കയറി അത് കെട്ടും. ആരൊക്കെ അതുപോലെ KSRTCയിൽ ഒന്ന് പറഞ്ഞാൽ മതി. വീരപരാക്രമികൾ ഇതിനകത്തുണ്ട്. ആരെങ്കിലും ഒരാൾ കയറി അത് സാധിച്ചിരിക്കും. അതിനുള്ള കഴിവുള്ളൊരു വലിയ സൈന്യമാണ്, ഒരു വലിയ ആർമി പോലെ, ഇന്ത്യൻ ആർമി പോലെ ഒരു വലിയ സൈന്യമാണ് KSRTC ജീവനക്കാരെന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല. എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് ഇത് വിജയിച്ചത് എന്ന് മനസ്സിലാക്കി. ഇവരുടെ കയ്യിലിരിപ്പ് എന്താണ്, ഇവർക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. ഇവർക്ക് പറ്റും. KSRTC ജീവനക്കാർക്ക് പറ്റാത്തതിൽ ഭയങ്കര മിടുക്കന്മാരാണ് ആൾ, വീരപരാക്രമികളാണെന്ന് പറഞ്ഞു. ഗാനമേള പാടിയല്ലോ, ഗാനമേള വന്നു. ഇന്നിപ്പോൾ ഗാനമേളയ്ക്കുള്ളൊരു അവതരണ ഗാനം KSRTC അത് ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യാണ്. ശ്രീ ശിവു ചക്രവർത്തി എഴുതി തന്ന് പ്രിയപ്പെട്ട KSRTCയുടെ ഒരു ചരിത്രം മുഴുവൻ പഠിച്ചിട്ടാണ് എഴുതിയത്. വരികളത് ശ്രദ്ധിക്കണം. അതുപോലെ ബിജിപാൽ, ഏറ്റവും പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ ബിജിപാൽ മനോഹരമായ മ്യൂസിക് ഡയറക്ടർ ചെയ്ത നല്ലൊരു ഫോക്ക് സ്റ്റൈലിലുള്ള മനോഹരമായൊരു ഗാനം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കാണണം, അത് കേൾക്കണം. അതിനെ പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ടും ഈ ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വരുന്ന മൂന്നാറിലേക്കുള്ള 2ാമത്തെ ഈ
ട്രാൻസ്പെറൻറ്റ് ബസ് ഡബിൾ ഡക്കർ നിങ്ങളുടെ ഇവരുടെയും അനുഭവത്തോടെ സർവോപരി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഇതും ഒരു വലിയ വിജയമാകട്ടെ, ഒരു വലിയ മാർക്കറ്റിൽ വലിയൊരു ചർച്ചയാകട്ടെ, സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയൊരു സന്തോഷമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് KSRTC വിജയത്തിലേക്ക് നയിച്ച എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അതിന് പൂർണ്ണ പിന്തുണ നൽകിയ ജനങ്ങൾ, യാത്രക്കാർ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ എല്ലാവർക്കുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.